ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ബ്ലോക്ക് സിഫർ പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, അപ്പം ഇതുവരെയും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? കുറേ കൺവെൻഷനലി യൂസ് ചെയ്തിരുന്ന ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതംസ് ആയിരുന്നു അല്ലേ? അത് സെയിം കീ, ദാറ്റ് മീൻസ് സിമെട്രിക് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ടെക്നിക്സോ അൽഗോരിതംസോ ട്രഡീഷണലി യൂസ് ചെയ്തിരുന്നു അതെല്ലാം ഏറെക്കുറെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിനുശേഷം 2 ടൈപ്സ് ഓഫ് സിഫേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ദ വേ യു ആർ ഗോയിങ് ടു പ്രോസസ് യുവർ ഡേറ്റ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിനെ ബിറ്റ് ബൈ ബിറ്റ് അല്ലെങ്കിൽ മാക്സിമം 8 ബിറ്റ് വരെയാണോ നിങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത്, എൻക്രിപ്ഷൻ നടത്തുന്നത്, അതോ ബ്ലോക്കായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് ആണോ എൻക്രിപ്ഷൻ ചെയ്യുന്നത്? അതിനെ ബേസ് ചെയ്ത് നമുക്ക് 2 ടൈപ്സ് ഓഫ് സിഫേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, സ്ട്രീം സിഫറും ബ്ലോക്ക് സിഫറും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാം ബ്ലോക്ക് സിഫേഴ്സ് ആണ്. കാരണം ഇത്രയും നാൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കൺവെൻഷണൽ ടൈപ്സ് ഓഫ് ക്രിപ്റ്റോഗ്രാഫിക് മെക്കാനിസംസ് എല്ലാം എന്തായിരുന്നു? സ്ട്രീം സിഫേഴ്സ് ആയിരുന്നു. മാക്സിമം 8 ബിറ്റ് വരെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതും നമ്മുടെ പ്ലേ ഫേസ് സിഫറിലൊക്കെയാണ് നമ്മൾ 2 ലെറ്റേഴ്സ് അടങ്ങിയ ഒരു പെയർ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന സിഫർ ടെക്സ്റ്റ് പെയറിലോട്ട് കൺവേർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ മാക്സിമം ഒരു 8 ബിറ്റ് വരെ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അതേസമയം ബ്ലോക്ക് സിഫേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ്? ബ്ലോക്ക് സിഫേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജിൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ ലെങ്ത്ത് എത്ര വലുതായിക്കോട്ടെ, ഓക്കെ, അതിനെ കുറേ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യും. പക്ഷേ അങ്ങനെയങ്ങ് നമുക്ക് ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ വേരിയേഷൻ പഠിക്കാം. ദർ ആർ 2 ടൈപ്സ് ഓഫ് സിഫേഴ്സ്, സ്ട്രീം സിഫർ ആൻഡ് ബ്ലോക്ക് സിഫർ. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് സ്ട്രീം സിഫറിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ കയ്യിലൊരു പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിനെ ബിറ്റ് ബൈ ബിറ്റ്, ഫോർ എക്സാമ്പിൾ ടുഡേ എന്ന് പറയുന്നൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ ടി ഒരു ബിറ്റാണ്, ഒ ഒരു ബിറ്റാണ്, ഡി എ വൈ അങ്ങനെ ഇൻഡിവിജ്വൽ ബിറ്റുകൾ ഒന്നെങ്കിൽ അത് 1 by 1 കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ മാക്സിമം 8 ബിറ്റ്, അതിൽ കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല അറ്റ് ടൈം. ഓക്കെ, അപ്പം മാക്സിമം 8 ബിറ്റ് വരെ ഉള്ള മെസ്സേജിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കും എൻക്രിപ്ഷൻ പ്രോസസ്സ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് സിഫർ ടെക്സ്റ്റ് ലെറ്റേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾ ഒരു ബിറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എങ്കിൽ സിഫർ ടെക്സ്റ്റിലും ഒരു ബിറ്റ് മാത്രമേ നമുക്ക് അറ്റ് ടൈം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം 8 ബിറ്റ് വരെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിന് സിഫർ ടെക്സ്റ്റ് മാക്സിമം 8 ബിറ്റ് വരെ അറ്റ് ടൈം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ദ തിങ് ഇസ് ദാറ്റ് നമുക്ക് ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു എൻക്രിപ്ഷൻ പ്രോസസ്സാണ് ശരിക്കും സ്ട്രീം സിഫർ. ഓക്കെ, അപ്പോൾ സ്ട്രീം സിഫറിന് ശരിക്കും കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ദാറ്റ് മീൻസ് വാട്ട് ഓൾ ടെക്നിക്സ് ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് സോ ഫാർ, ഓട്ടോ കീ സിഫർ, വേർണം സിഫർ, വിഗ്നിയർ സിഫർ, ഇതെല്ലാം എന്ത് തന്നെയായിരുന്നു? നമ്മുടെ സ്ട്രീം സിഫർ തന്നെയായിരുന്നു. ഓക്കെ, ഇനി ബ്ലോക്ക് സിഫർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ബ്ലോക്കായിട്ട് അങ്ങ് എടുക്കും. അതായത് ദ ബ്ലോക്ക് ഇസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് വിച്ച് ഈച്ച് ആൻഡ് എവറി ബ്ലോക്ക് കൺസിസ്റ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 64 ബിറ്റ്സ്. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മുടെ ബ്ലോക്കുകളായിട്ട്, ദാറ്റ് മീൻസ് നിങ്ങളുടെ വലിയ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് എത്ര വലിയ മെസ്സേജും ആയിക്കോട്ടെ, ഓക്കെ, അതിനെ കുറേ ബ്ലോക്കുകളായിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്യും. ഇൻ സച്ച് എ വേ ദാറ്റ് ഈച്ച് ആൻഡ് എവറി ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്യും? അറ്റ്ലീസ്റ്റ് 64 ബിറ്റെങ്കിലും ഉണ്ടാകും. ഓക്കെ, മിനിമം 64 ബിറ്റ് എങ്കിലും. ദാറ്റ് മീൻസ് 64 ആകാം, 128 ആവാം, 256 ആവാം, 512 ആവാം. ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 64 എങ്ങനെ പോകുന്നത്? ഓക്കെ, 1024 ആവാം. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾസ് ഓഫ് 64 മിനിമം 64 എങ്കിലും ബിറ്റ്സ് ഉള്ള രീതിയിൽ ഓരോ ബ്ലോക്കുകളെ നമ്മൾ ഡിഫൈൻ ചെയ്യും. അങ്ങനെ സ്പെസിഫിക് നമ്പർ ഓഫ് ബ്ലോക്ക്സ് നമുക്ക് യൂസ് ചെയ്തിട്ടായിരിക്കും എൻക്രിപ്ഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈച്ച് ആൻഡ് എവറി ബ്ലോക്ക്, ദാറ്റ് മീൻസ് 64 ബിറ്റുള്ള ബ്ലോക്കായിട്ടാണ് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്ക് ഓഫ് സിഫർ ടെക്സ്റ്റ് മെസ്സേജ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് 64 ബിറ്റ്സ് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ ബ്ലോക്ക് നമുക്ക് ഉണ്ടെങ്കിൽ അതിനെ എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് സിഫർ ടെക്സ്റ്റ് ബ്ലോക്കും 64 ബിറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ബ്ലോക്കിൻ്റെ എൻക്രിപ്ഷൻ കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ ബ്ലോക്ക് എടുക്കും, മൂന്നാമത്തെ ബ്ലോക്കിനും ചെയ്യും. അങ്ങനെ ഓരോ ബ്ലോക്കിനും ഇൻഡിവിജ്വലി എൻക്രിപ്ഷൻ ചെയ്തിട്ട് കറസ്പോണ്ടിങ് സിഫർ ടെക്സ്റ്റ് ബ്ലോക്കിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും കറസ്പോണ്ടിങ് റിസീവറിൻ്റെ സൈഡിൽ എത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി ബ്ലോക്ക് സിഫേഴ്സ് ആയിരിക്കും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സിഫർ ദാറ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ബേസ്ഡ് ഓൺ ദിസ് ബ്ലോക്ക് സിഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ DES ആണ്, ഡേറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അത് പിന്നെ നോക്കാം. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് സ്ട്രീം സിഫറിൻ്റെയും ബ്ലോക്ക് സിഫേഴ്സിൻ്റെയും കുറച്ച് വ്യത്യാസങ്ങൾ, ഡിഫറൻസസ് ആണ്. ഒന്നാമത്തെ ഡിഫറൻസ് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഫംഗ്ഷനിങ്, ദാറ്റ് മീൻസ് എന്താണ് ഈ ശരിക്കും സ്ട്രീം സിഫറും ബ്ലോക്ക് സിഫർ എന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് പറഞ്ഞു? ഒന്നുകിൽ 8 ബിറ്റോ അല്ലെങ്കിൽ 1 ബിറ്റ്
ബിറ്റ് മാത്രമായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ബ്ലോക്ക് സിഫർ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 64 ബിറ്റ്സ് എങ്കിലും അറ്റ് എ ടൈം കൺസിഡർ ചെയ്യണം. ഓക്കെ, സ്ട്രീം സിഫറിൻ്റെ കേസിൽ എന്താ യൂസ് ചെയ്യുന്നത്? കൺഫ്യൂഷൻ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ശ്രദ്ധിക്കുക, കൺഫ്യൂഷനും ഡിഫ്യൂഷനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് സിഫറിൻ്റെ 2 പ്രിൻസിപ്പിൾസ് ആണ്. ബ്ലോക്ക് സിഫേഴ്സ് ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ ആവശ്യമായ 2 പ്രിൻസിപ്പിൾസ് ആണ്, 2 ഫീച്ചേഴ്സ് ആണ് ഈ കൺഫ്യൂഷനും ഡിഫ്യൂഷനും. അത് നമ്മൾ ഇനി താഴോട്ട് വരുമ്പോൾ നോക്കും. അപ്പോൾ ഈ സ്ട്രീം സിഫേഴ്സ് എന്ത് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്തിരുന്നുള്ളൂ? കൺഫ്യൂഷൻ എന്ന് പറയുന്ന സെക്യൂരിറ്റി പ്രിൻസിപ്പിൾ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്തിരുന്നുള്ളൂ. അതേസമയം ബ്ലോക്ക് സിഫേഴ്സ് ആണെങ്കിലോ കൺഫ്യൂഷനും ഡിഫ്യൂഷനും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ ആര് ശ്രമിച്ചിരുന്നു? ബ്ലോക്ക് സിഫേഴ്സ് ശ്രമിച്ചിരുന്നു. ഓക്കെ, ഇനി വേറൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന എൻക്രിപ്ഷൻ ഉണ്ടല്ലോ, ഓക്കെ, ആ റിവേഴ്സ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്, ഓക്കെ, അല്ലെങ്കിൽ റിവേഴ്സ് എൻക്രിപ്റ്റഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരുന്നു സ്ട്രീം സിഫറിൽ. ഓക്കെ, ദാറ്റ് മീൻസ് അറ്റാക്കേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ റിവേഴ്സ് എൻക്രിപ്ഷൻ പ്രോസസ്സ് ചെയ്തിട്ട് വേണമെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് റിക്കവർ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം 1-2 സ്റ്റെപ്സിൽ എൻക്രിപ്ഷൻ പ്രോസസ്സ് അങ്ങ് തീരുവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ റിവേഴ്സ് എൻക്രിപ്ഷൻ ചെയ്തിട്ട് അറ്റാക്കേഴ്സിന് അതിനെ അറ്റാക്ക് ചെയ്തെടുക്കാം. അതേസമയം ഈ പറഞ്ഞിരിക്കുന്ന ബ്ലോക്ക് സിഫേഴ്സ് ആണെങ്കിൽ ഒറ്റയടിക്കൊന്നും സ്റ്റെപ്പ് തീരില്ല. നമ്മളിപ്പോൾ DES അൽഗോരിതം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും, ഒറ്റ സ്റ്റെപ്പിലൊന്നും തീരുന്ന പ്രൊസീജിയേഴ്സ് അല്ല DES പോലുള്ള ബ്ലോക്ക് സിഫേഴ്സിനകത്തുള്ളത്. ഒരുപാട് സ്റ്റെപ്സ് നമ്മൾ കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ റിവേഴ്സ് എൻക്രിപ്ഷൻ അത്ര പെട്ടെന്ന് അറ്റാക്കേഴ്സിനെ ചെയ്യാനും പറ്റില്ല, അത്ര പെട്ടെന്ന് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് റിക്കവർ ചെയ്യാനും പറ്റില്ല. അത് നമുക്ക് നല്ല കാര്യമല്ലേ? ഓക്കെ, അപ്പം അതാണ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ്. ഇനി ഓപ്പറേഷണൽ മോഡ്സ്, സ്ട്രീം സിഫേഴ്സ് ഏതൊക്കെ ഓപ്പറേഷണൽ മോഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്? ദാറ്റ് മീൻസ് ഇനി നമ്മൾ പഠിക്കാനുള്ള കാര്യമാണ് ഓപ്പറേഷണൽ മോഡ്സ് ഓഫ് ബ്ലോക്ക് സിഫേഴ്സിൻ്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സ്പെസിഫിക് കൺസെപ്റ്റിന് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പെസിഫിക് കൺസെപ്റ്റിന് തന്നെ ഒറ്റ സ്പെസിഫിക് കൺസെപ്റ്റിന് തന്നെ പല സിറ്റുവേഷൻ അനുസരിച്ച് പല വ്യത്യസ്ത രീതിയിൽ ബിഹേവ് ചെയ്യാം, അല്ലേ? ഒരൊറ്റ കൺസെപ്റ്റേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ ഡിവൈസേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരൊറ്റ എക്യുപ്മെൻറ്റേ ഉള്ളൂ. അതിന് പക്ഷേ പല സാഹചര്യങ്ങളനുസരിച്ച് പല രീതികളിൽ ബിഹേവ് ചെയ്യാം, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും കുറച്ച് ഓപ്പറേഷണൽ മോഡ്സ് ഉണ്ട്. ഒരു 5 to 6 ഓപ്പറേഷണൽ മോഡ്സ് ഉണ്ട്. നമ്മളിനി ഈ മോഡിൻ്റെ ലാസ്റ്റ് നമ്മൾ നോക്കും. പക്ഷേ ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീം സിഫേഴ്സിൽ യൂസ് ചെയ്തിരുന്ന ഓപ്പറേഷണൽ മോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഫർ ഫീഡ്ബാക്ക് മോഡ് CFBയും OFB ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡുമാണ്. ഓക്കെ, സിഫർ ഫീഡ്ബാക്ക് മോഡും ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് മോഡും അത് മാത്രമാണ് സ്ട്രീം സിഫേഴ്സ് സാറ്റിസ്ഫൈ ചെയ്തിരുന്നത്. അപ്പം ജസ്റ്റ് ഫോർ ദ നെയിം സേക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ 2 ടൈപ്പ് ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷൻസ് ആണ് സ്ട്രീം സിഫേഴ്സ് സാറ്റിസ്ഫൈ ചെയ്തിരുന്നത്. അതേസമയം ദ ഓപ്പറേഷണൽ മോഡ്സ് വിച്ച് വാസ് യൂസ്ഡ് ഇൻ ഓർഡർ ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബ്ലോക്ക് സിഫേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ECB ഇലക്ട്രോണിക് കോഡ് ബുക്ക് മോഡ്, ഓക്കെ, അതുപോലെ CBC സിഫർ ബ്ലോക്ക് ചെയിനിങ് മോഡ്. ഓക്കെ, അപ്പം ECB ഇലക്ട്രോണിക് കോഡ് ബുക്ക് മോഡും സിഫർ ബ്ലോക്ക് ചെയിനിങ് മോഡായ CBCയുമാണ് ഇവർ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് അത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മൾ താഴോട്ട് പോകുമ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി ഈ സ്ട്രീം സിഫേഴ്സ് സാധാരണഗതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്സ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതേസമയം ഇവിടെ കൂടുതലായിട്ടും, അതായത് ഡോണ്ട് തിങ്ക് ദാറ്റ് സ്ട്രീം സിഫേഴ്സ് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്ക് വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയല്ല. ഓക്കെ, സ്ട്രീം സിഫേഴ്സിൽ കൂടുതലായിട്ടും, ശരിയല്ലേ, നമ്മൾ കൂടുതലായിട്ടും കണ്ടുവന്ന ടെക്നിക്സ് ചെയ്തായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്സ് ആയിരുന്നു. ട്രാൻസ്പോസിഷൻ മെത്തേഡ്സിൽ ആകെ 2-3 അല്ലെങ്കിൽ വളരെ റെയർ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻ ടെക്നിക്സേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം ഈ പറയുന്ന ബ്ലോക്ക് സിഫേഴ്സ് കൂടുതലായിട്ടും ചെയ്യുന്നത് എന്താണ്? ട്രാൻസ്പോസിഷൻ ടെക്നിക്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല എന്നല്ല. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ സ്ട്രീം സിഫറിലൊക്കെ ദാറ്റ് മീൻസ് ഓട്ടോ കീ, വർണ്ണം, വിക്നസ് സിഫർ, പ്ലേഫെയർ സിഫർ, ഇതിലൊക്കെ എന്തായിരുന്നു ചെയ്തത്? ഒന്നെങ്കിൽ അവർ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഓപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ട്രാൻസ്പോസിഷൻ മെത്തേഡ് ഓപ്റ്റ് ചെയ്തു, അല്ലേ? ഏത് ടെക്നിക്ക് നമ്മൾ കൺവെൻഷനായിട്ട് ഏത് ടെക്നിക്ക് പഠിച്ചിരുന്നാലും ആ ടെക്നിക്കിൽ ഓരോ ടെക്നിക്ക് നമ്മൾ എടുത്താലും ആ ടെക്നിക്ക് ഒന്നുകിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചായിരിക്കും എൻക്രിപ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്പോസിഷൻ മെത്തേഡ്. രണ്ടും കൂടെ കോമ്പിനേഷൻ അവിടെ വരുന്നില്ല. മാത്രമല്ല അവർ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താലും ട്രാൻസ്പോസിഷൻ ചെയ്താലും 1-2 സ്റ്റെപ്സിൽ തീരാവുന്നതേ ഉള്ളവരുടെ എൻക്രിപ്ഷൻ പ്രോസസ്സ്. ഇപ്പോൾ P+K മോഡ് 26. ഓക്കെ, ആദ്യം P എടുക്കുക, അതിനെ ന്യൂമറിക് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യുക, K എന്ന് പറയുന്ന ലെറ്റേഴ്സ് ഓരോന്ന് എടുക്കുക, അതിനെ ന്യൂമറിക് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് 26 വെച്ച് മോഡ് ഓപ്പറേഷൻ ചെയ്യുക. ഇത്രയും കൊണ്ട് അങ്ങ് തീർന്നു. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം സെക്യൂരിറ്റി ഒന്നും ഇവർ ഉറപ്പ് തരുന്നില്ല, അല്ലേ? 2-3 സ്റ്റെപ്പിൽ ചെയ്യാവുന്ന കാര്യം അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റി അത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതേസമയം ഈ ബ്ലോക്ക് സിഫേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? കോമ്പിനേഷനാണ്. സബ്സ്റ്റിറ്റ്യൂഷനും ട്രാൻസ്പോസിഷനും മെത്തേഡ്സും ഒരുമിച്ച് കമ്പൈൻ ചെയ്താണ് നമ്മൾ ഇവിടുത്തെ അൽഗോരിതംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബ്ലോക്ക് സിഫർ വെച്ചുള്ള ഏത് അൽഗോരിതം നമ്മൾ എടുത്താലും സബ്സ്റ്റിറ്റ്യൂഷൻ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
SP നെറ്റ്വർക്ക്സ് എന്നാണ് പറയുന്നത്. SP നെറ്റ്വർക്ക്സ് അതായത് ട്രാൻസ്പൊസിഷന് മറ്റൊരു പേരുണ്ട് പെർമ്യൂട്ടേഷൻ. ട്രാൻസ്പൊസിഷൻ്റെ വേറൊരു പേരാണ് പെർമ്യൂട്ടേഷൻ. രണ്ടും ഒരേ മീനിങ് ആണ്. അതായത് പൊസിഷൻസ് മിസ്പ്ലേസ് ചെയ്യുക, മാറ്റുക. ഓക്കെ, ഉള്ള സംഭവങ്ങളുടെ പൊസിഷൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ SP നെറ്റ്വർക്ക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലോക്ക് സിഫേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് സബ്സ്റ്റിറ്റ്യൂഷനും പെർമ്യൂട്ടേഷനും ഒരേപോലെ നെറ്റ്വർക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവർ പല ടെക്നിക്സും ചെയ്യുന്നത്. അപ്പോൾ കുറേ കൂടെ സെക്യൂരിറ്റീസ് എൻഹാൻസ് ചെയ്യാം. അത് മാത്രമല്ല ഈ SP നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ 1-2 സ്റ്റെപ്പിലൊന്നും ഇതൊന്നും ഒതുങ്ങില്ല. ഒരുപാട് സ്റ്റെപ്സിലൂടെ കടത്തി വിട്ടാണ് അവസാനം നമ്മൾ സിഫർ ടെക്സ്റ്റ് ബ്ലോക്ക് തന്നെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സെക്യൂർഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സ്ട്രീം സിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫാസ്റ്റാണ്. 1 by 1 ഓരോ ലെറ്റേഴ്സും എടുത്ത് എൻക്രിപ്റ്റ് ചെയ്ത് കടത്തി വിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഫാസ്റ്റ് ആവും. അതേസമയം സ്ട്രീം സിഫർ ബ്ലോക്ക് സിഫർ അങ്ങനെയല്ല അല്ലേ. കുറേ ബ്ലോക്കായിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് ആ ബ്ലോക്ക് തന്നെ ഇൻഡിവിജ്വലി എൻക്രിപ്ഷൻ പ്രോസസ്സ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് സിഫർ ടെക്സ്റ്റ് ബ്ലോക്കിലോട്ട് കൺവേർട്ട് ചെയ്യണം. രണ്ടാമത്തെ ബ്ലോക്ക് എടുക്കണം, കുറേ സ്റ്റെപ്സിലൂടെ കടന്നു പോവേണ്ടി വരും, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് സിഫർ ടെക്സ്റ്റ് ബ്ലോക്ക് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം എത്ര നമ്പർ ഓഫ് ബ്ലോക്സ് വെച്ചിട്ടാണോ നിങ്ങളുടെ എൻറ്റയർ ഇത്രയും ലെങ്തി ആയിട്ടുള്ള പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിനെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്, അത്രയും നമ്പർ ഓഫ് ഓപ്പറേഷൻസ്, അത്രയും നമ്പർ ഓഫ് സിഫർ ടെക്സ്റ്റ് ബ്ലോക്സ് നിങ്ങൾ ജനറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇറ്റ് ഈസ് വെരി സ്ലോ. ഓക്കെ, അപ്പോൾ സിംഗിൾ ലെറ്റേഴ്സ് ബൈ ലെറ്റേഴ്സ് എൻക്രിപ്റ്റ് ചെയ്യുന്ന ലാഘവത്തോടുകൂടി നമുക്ക് ബ്ലോക്ക് സിഫേഴ്സ് എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ബ്ലോക്ക് ബൈ ബ്ലോക്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ ഒറ്റയടിക്ക് ചിലപ്പോൾ 64 ബിറ്റൊക്കെ ഒറ്റയടിക്ക് എൻക്രിപ്റ്റ് ചെയ്യാം. പക്ഷേ ഇതെടുക്കുന്ന സമയം കുറച്ച് കൂടുതലാണ്. കാരണം അതിനകത്ത് ഈ എൻക്രിപ്ഷൻ പ്രോസസ്സിന് വേണ്ടി എടുക്കുന്ന സമയം എന്തുകൊണ്ടാണ് കൂടുതൽ? ബിക്കോസ് ഒരുപാട് സ്റ്റെപ്സ് ഇതിനകത്ത് ചെയ്യാനുണ്ട്. നമ്മൾ DS ഒക്കെ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിക്കോളൂ. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ അൺകണ്ടീഷണലി സെക്യൂർഡ് ആൻഡ് കമ്പ്യൂട്ടേഷണലി സെക്യൂർഡ് അൽഗോരിതം. അതായത് ഒരു ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം, ഓക്കെ, ഒരു ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം, വെദർ ഇറ്റ് ഇസ് കൺവെൻഷണൽ അൽഗോരിതം ഓർ ദവൈസ് മോഡേൺ അൽഗോരിതം, എപ്പോഴാണ് ആ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം കണ്ടീഷണലി സെക്യൂർഡ് അൽഗോരിതം എന്ന് വിളിക്കുന്നത്? അതുപോലെ തന്നെ എപ്പോഴാണ് അൽഗോരിതം കമ്പ്യൂട്ടേഷണലി സെക്യൂർഡ് അൽഗോരിതം? അപ്പം അൺകണ്ടീഷണലി സെക്യൂർഡ് ആണ്, ശ്രദ്ധിക്കുക, അൺകണ്ടീഷണലി, വിത്തൗട്ട് എനി കണ്ടീഷൻ ഓർ വിത്തൗട്ട് സാറ്റിസ്ഫൈങ് എനി പെർട്ടിക്കുലർ ഫാക്ടേഴ്സ് ഓർ വിത്തൗട്ട് ബേസ്ഡ് ഓൺ എനി പെർട്ടിക്കുലർ ക്രൈറ്റീരിയ, അൺകണ്ടീഷണലി, കണ്ടീഷൻസ് ഒന്നും നോക്കാതെ എപ്പോഴാണ് അൽഗോരിതം സെക്യൂർഡ് ആണെന്ന് പറയുന്നത്? കമ്പ്യൂട്ടേഷണൽ ബേസിസ് ഒക്കെ നോക്കുമ്പോൾ ഓക്കെ എപ്പോഴാണ് ഒരു അൽഗോരിതം സെക്യൂർഡ് ആണെന്ന് വിളിക്കുന്നത്? അപ്പം നമുക്ക് ആദ്യമേ നോക്കാം എപ്പോഴാണ് ഒരു ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം അൺകണ്ടീഷണലി സെക്യൂർഡ് അൽഗോരിതം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻ അൽഗോരിതം ഓർ an encryption scheme is said to be unconditionally secured if the attacker cannot obtain the corresponding plain text from the ciphertext no matter how much ciphertext is made available. That means അതിൻ്റെ മീനിങ് എന്താണ്? ഒരു കണ്ടീഷനും നോക്കേണ്ട കാര്യമില്ല. എങ്ങനെയൊക്കെ ശ്രമിച്ചാലും, എന്തൊക്കെ പാരാമീറ്റേഴ്സ് കയ്യിൽ കിട്ടിയാലും, അല്ലെങ്കിൽ എന്തൊക്കെ ഫേവറബിൾ കണ്ടീഷൻസും അറ്റാക്കറിന് വന്നു ചേർന്നാലും ഒരു കാരണവശാലും സിഫർ ടെക്സ്റ്റ് മെസ്സേജിൽ നിന്നും അയാൾക്ക് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് റിട്രീവ് ചെയ്യാൻ പറ്റരുത്. Okay, so irrespective of what is the condition or what is the factors he is focusing. Okay, ഈ അറ്റാക്കർ എന്തൊക്കെ ഫാക്ടേഴ്സ്, എന്തൊക്കെ കണ്ടീഷൻസ് നോക്കിയാലും ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റരുത്? ഈ പറയുന്ന സിഫർ ടെക്സ്റ്റ് മെസ്സേജിൽ നിന്ന് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് റിട്രീവ് ചെയ്യാൻ പറ്റരുത്. അതാണ് അൺകണ്ടീഷണലി സെക്യൂർഡ് ആണ്. വിത്തൗട്ട് എനി കണ്ടീഷൻ, മനസ്സിലാക്കാം, വിത്തൗട്ട് എനി കണ്ടീഷൻ ഫോക്കസിങ് ബൈ ദ അറ്റാക്കർ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി സെക്യൂർഡ്. മനസ്സിലായല്ലോ? ഇനി കമ്പ്യൂട്ടേഷണലി സെക്യൂർഡ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താൻ പറ്റുന്ന കാര്യമല്ല കമ്പ്യൂട്ടേഷണലി സെക്യൂർഡ്. അൺകണ്ടീഷണൽ ആണെങ്കിൽ നമ്മൾ കണ്ടീഷൻസ് ഒന്നും നോക്കാതെ ഈ പറയുന്ന അറ്റാക്കറിന് ഒരിക്കലും സിഫർ ടെക്സ്റ്റിൽ നിന്നും പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് റിട്രീവ് ചെയ്യാനോ റിക്കവർ ചെയ്യാനോ പറ്റരുത്. അതേസമയം കമ്പ്യൂട്ടേഷണലി സെക്യൂർഡ് വിത്ത് റെസ്പെക്ട് ടു 2 things we are going to explain. That means ഒന്നാമത്തെ കാര്യം, 2 കാര്യങ്ങൾ നോക്കണം കമ്പ്യൂട്ടേഷണലി സെക്യൂർഡ് അൽഗോരിതം. അത് പക്ഷേ രണ്ടും ഒരേപോലെ തന്നെ നോക്കണം എന്ന് നിർബന്ധമില്ല. ഏതർ ഓഫ് ദ വൺ സാറ്റിസ്ഫൈഡ് ആയാലും മതി. ഓക്കെ, ദാറ്റ് മീൻസ് ഞാൻ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും സാറ്റിസ്ഫൈഡ് ആയാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കമ്പ്യൂട്ടേഷണലി സെക്യൂർഡ് അൽഗോരിതം ആണ് നിങ്ങളുടെ അൽഗോരിതം എന്നുള്ളത്. ഓക്കെ, അപ്പം ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു? ദ കോസ്റ്റ് ഓഫ് ബ്രേക്കിംഗ് ദ സിഫർ ടെക്സ്റ്റ് എക്സീഡ്സ് ദ വാല്യൂ ഓഫ് ദ എൻക്രിപ്റ്റഡ് ഇൻഫർമേഷൻ. അതായത് നിങ്ങളൊരു അറ്റാക്കർ ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ ഈ പറയുന്ന സിഫർ ടെക്സ്റ്റിനെ എങ്ങനെയെങ്കിലും ബ്രേക്ക് ചെയ്ത് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് റിക്കവർ ചെയ്യാൻ എന്തുമാത്രം കോസ്റ്റ് എടുക്കുന്നോ, ഓക്കെ, എന്തുമാത്രം കോസ്റ്റ് ചിലവാക്കുന്നോ അല്ലെങ്കിൽ എഫേർട്ട് എടുക്കുന്നോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റ് എത്രത്തോളം വരുന്നോ, അത് ശരിക്കും ആ ഇൻഫോർമേഷൻ്റെ വാല്യൂവിനേക്കാൾ എക്സീഡ് ചെയ്യുവാണ്. ശരിക്കും ആ ഇൻഫോർമേഷൻ അത്ര വിലയൊന്നുമില്ല.
അതിനേക്കാൾ എഫേർട്ടും അല്ലെങ്കിൽ അതിനേക്കാൾ കോസ്റ്റ് എടുക്കുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന സിഫർ ടെക്സ്റ്റിനെ ബ്രേക്ക് ചെയ്ത് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് റിക്കവർ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഈ പറയുന്ന അൽഗോരിതം, നിങ്ങൾ ജനറേറ്റ് ചെയ്ത അൽഗോരിതം കമ്പ്യൂട്ടേഷണലി സെക്യൂർഡ് ആണ്. ശരിയല്ലേ? ഓക്കെ. കാരണം എന്തിനാ പിന്നെ വെറുതെ ബ്രേക്ക് ചെയ്യുന്നത്? ആ ഒരു കൺസെപ്റ്റിലോട്ട് പോവുകയാണ്. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്താണ്? ദ ടൈം റിക്വയർഡ് ടു ബ്രേക്ക് ദ സിഫർ ടെക്സ്റ്റ് exceeds the usual lifetime, the useful lifetime of the information. അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുവാണ്. ഓക്കെ, ഞാൻ സെൻഡറാണ്, നിങ്ങൾ റിസീവറാണ്. ഞാൻ വളരെ സീക്രട്ടായിട്ടുള്ള മെസ്സേജ് അയക്കുവാണ്. മീറ്റ് മീ ടുമോറോ മീറ്റ് മീ ടുമോറോ ബിഫോർ 3 PM. ഓക്കെ, മീറ്റ് മീ ടുമോറോ ബിഫോർ 3 PM. അപ്പം ഈ മെസ്സേജ് ഒരു സിഫർ ടെക്സ്റ്റിൻ്റെ രൂപത്തിലായിരിക്കുമല്ലോ നെറ്റ്വർക്കിൽ കൂടെ പാസ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ അറ്റാക്കറിനെ വായിച്ച് നോക്കിയാൽ മനസ്സിലാവില്ല. ഓക്കെ, അപ്പം അയാൾ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും, അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തും. അപ്പോൾ ഈ പറയുന്ന അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ എത്ര സമയമെടുക്കുന്നോ, ഓക്കെ, ആ സമയം എക്സീഡ് ചെയ്ത് പോവുകയാണ്. എക്സീഡ് ചെയ്ത് പോകുന്ന എത്രത്തോളം എക്സീഡ് ചെയ്ത് പോകാം? വിത്ത് ദ യൂസ്ഫുൾ ലൈഫ് ടൈം ഓഫ് ദ ഇൻഫർമേഷൻ. അതായത് ഈ 3 മണിക്ക് വരെ ഇതിന് വാലിഡിറ്റി ഉള്ളൂ അല്ലേ? മീറ്റ് മീ ബിഫോർ 3 PM എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, 3 മണി ആയതിനു ശേഷം പിന്നെ ഈ മെസ്സേജ് അറ്റാക്കറിൻ്റെ കയ്യിൽ കിട്ടിയാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? 3 മണി വരെ, ദാറ്റ് മീൻസ് ആ ലൈഫ് ടൈം ഓഫ് ദ ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ്റെ ലൈഫ് ടൈം എത്രത്തോളമാണോ അതിനേക്കാൾ കൂടുതൽ സമയമാണ് ഈ പറയുന്ന അറ്റാക്കർ ഈ മെസ്സേജ് അറ്റാക്ക് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ ഈ പറയുന്ന സംഭവം കമ്പ്യൂട്ടേഷണലി സെക്യൂർ ആണ്. കാരണം ഈ അറ്റാക്കറിൻ്റെ കയ്യിൽ ഈ സംഭവം കിട്ടിയാലും പ്രശ്നമൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ അത് കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഉപയോഗവും ഇല്ല. അപ്പം അത് കമ്പ്യൂട്ടേഷണലി സെക്യൂർഡ് ആണ്. അപ്പം ഇൻ ടേംസ് ഓഫ് കോസ്റ്റും ഇൻ ടേംസ് ഓഫ് ടൈമും നമുക്ക് നമ്മുടെ അൽഗോരിതം സെക്യൂർഡ് ആണോ, കമ്പ്യൂട്ടേഷണലി സെക്യൂർഡ് ആണോ എന്നുള്ളത് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാണാതെ പഠിക്കാൻ നിൽക്കരുത്, മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കൺസെപ്റ്റ്സ് ആണ് കൺഫ്യൂഷനും ഡിഫ്യൂഷനും. ഏകദേശം വേർഡ് മീനിങ് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, കൺഫ്യൂഷനും ഡിഫ്യൂഷനും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഫ്യൂഷൻ എന്താണെന്നുള്ളത് നോക്കാം. കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 കൺസെപ്റ്റ്സും സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ ആവശ്യമായ അല്ലെങ്കിൽ സഹായിക്കുന്ന പ്രിൻസിപ്പിൾസ് ആണെന്നുള്ളത് മനസ്സിലായി അല്ലേ? അപ്പം കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന സിഫർ ടെക്സ്റ്റ് അതാണല്ലോ അറ്റാക്കറിൻ്റെ കയ്യിൽ കിട്ടുന്നത്. അതിലെ ഓരോ ബിറ്റും ഇറ്റ് ഷുഡ് ഡിപ്പെൻഡ് ഓൺ സെവറൽ പാർട്സ് ഓഫ് ദ കീ. ഓക്കെ, സെവറൽ പാർട്സ് ഓഫ് ദ കീ obscuring the connections between both the parties. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷന് എപ്പോഴും നമ്മുടെ സിഫർ ടെക്സ്റ്റും കീയുമായിട്ടാണ് ലിങ്കേജ് വരുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ എപ്പോഴും സിഫർ ടെക്സ്റ്റും കീയുമായിട്ടാണ് ലിങ്കേജ് വരുന്നത്. അതേസമയം ഡിഫ്യൂഷൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത് എന്താണ്? സിഫർ ടെക്സ്റ്റും പ്ലെയിൻ ടെക്സ്റ്റുമാണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. കൺഫ്യൂഷൻ എപ്പോഴും റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ബിറ്റ്വീൻ ദ സിഫർ ടെക്സ്റ്റ് ആൻഡ് ദ കീ ആണ്. അതേസമയം ഡിഫ്യൂഷൻ എന്താണ്? സിഫർ ടെക്സ്റ്റും പ്ലെയിൻ ടെക്സ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ വെച്ചാണ് സെക്യൂരിറ്റിയെ കാര്യം പറയുന്നത്. അപ്പോൾ എന്താണ് കൺഫ്യൂഷൻ പറയുന്നത്? സിഫർ ടെക്സ്റ്റും കീയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി എന്താ പറയുന്നത്? ഈ പറയുന്ന സിഫർ ടെക്സ്റ്റിലെ ഓരോ ബിറ്റും അല്ലെ, എന്തൊക്കെ ലെറ്റേഴ്സ് ഉണ്ടോ അതിലെ ഓരോ ബിറ്റും ഈ പറയുന്ന കീയുമായിട്ട് നല്ല രീതിയിൽ റിലേഷൻ ഉണ്ടാവണം. ദാറ്റ് മീൻസ് ഈ സിഫർ ടെക്സ്റ്റിലെ ഒരു ലെറ്ററെങ്കിലും എന്തെങ്കിലും ചേഞ്ച് വരുത്തിക്കഴിഞ്ഞാൽ കീ വളരെയധികം ചേഞ്ച് വരണം. അതായത് ഒരു കാരണവശാലും സിഫർ ടെക്സ്റ്റിൻ്റെ ഒരു ലെറ്ററെങ്കിലും അറ്റാക്കറിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും പ്ലെയിൻ ടെക്സ്റ്റ് റിക്കവർ ചെയ്യാൻ പറ്റരുത്. മനസ്സിലായി? കീ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റരുത്, അതാണ് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കീ മനസ്സിലാവരുത്. കൺഫ്യൂഷൻ വെച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? അയാളുടെ കയ്യിൽ കീയെ പറ്റി, അറ്റാക്കറിൻ്റെ കയ്യിൽ കീയെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടരുത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? സിഫർ ടെക്സ്റ്റിലെ ഓരോ ബിറ്റും ഈ പറയുന്ന കീയുമായിട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് വേണം. അതായത് കീ ചെറുതായിട്ടൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ സിഫർ ടെക്സ്റ്റിലെ ബിറ്റിൽ പകുതിയെങ്കിലും, സിഫർ ടെക്സ്റ്റ് മെസ്സേജിലെ പകുതിയെങ്കിലും ബിറ്റുകൾ മാറിയിരിക്കണം. അല്ലെങ്കിൽ സിഫർ ടെക്സ്റ്റിലെ ബിറ്റ് എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ കീയും അത്രയും മാറണം, പകുതിയെങ്കിലും കീയുടെ വാല്യൂസ് മാറിയിരിക്കണം. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കീ ചെറുതായിട്ടൊരു ചേഞ്ച് മാറ്റി എന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കീ മൊണാർക്കിയാണ് കീ. ഓക്കെ, അപ്പം ഞാൻ മൊണാർക്കി എന്ന് പറയുന്ന ആ വൈ, ലാസ്റ്റ് ലെറ്റർ വൈ ആണ്, ആ വൈ ഇല്ലാതെ മൊണാർക്ക് മാത്രം യൂസ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് ചിന്തിക്കും? അത്തരത്തിൽ മൊണാർക്കി എന്ന് പറയുന്ന കീ യൂസ് ചെയ്ത് സിഫർ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സിഫർ ടെക്സ്റ്റ് മെസ്സേജ് കിട്ടും. അതേസമയം വൈ മാത്രം മാറ്റിയ സ്ഥിതിക്ക് വലിയ വേരിയേഷനൊന്നും ഇല്ലാതെ ഒരു ലെറ്റർ മാത്രം മാറുന്ന രീതിയിൽ സിഫർ ടെക്സ്റ്റ് കിട്ടും എന്ന് വിചാരിക്കരുത്. പകുതിയെങ്കിലും, അതായത് സിഫർ ടെക്സ്റ്റ് മെസ്സേജിൽ പകുതി ബിറ്റ്സ് എങ്കിലും മാറിയിരിക്കണം. ഒരു വലിയ വ്യത്യാസം അവിടെ നമുക്ക് ഫീൽ ചെയ്യണം. ഒരു ലെറ്ററെങ്കിലും കീയിൽ മാറുമ്പോൾ വലിയൊരു വ്യത്യാസം നിങ്ങൾക്ക് ആ സിഫർ ടെക്സ്റ്റ് മെസ്സേജിൽ ഫീൽ ചെയ്യണം. ദാറ്റ് മീൻസ് ആ കീ
അത്രയും ഡിഫിക്കൽട്ടായിട്ട് മാത്രമേ അറ്റാക്കേഴ്സിൻ്റെ കയ്യിൽ കിട്ടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കിട്ടാൻ പാടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അപ്പം അതാണ് കൺഫ്യൂഷൻ വെച്ച് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യമാണ് കൺഫ്യൂഷൻ. ആ രീതിയിൽ വേണം നിങ്ങൾ കീ ഒക്കെ ജനറേറ്റ് ചെയ്യാൻ. അതേസമയം ഡിഫ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു, പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജും സിഫർ ടെക്സ്റ്റ് മെസ്സേജും ആണെന്ന് പറഞ്ഞു. പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിൽ ഒരു ബിറ്റെങ്കിലും നിങ്ങൾ ചേഞ്ച് വരുത്തിയാൽ സിഫർ ടെക്സ്റ്റ് മെസ്സേജിലെ പകുതിയോളം ബിറ്റെങ്കിലും ചേഞ്ച് ആവണം. ഓക്കെ, അതായത് ഇപ്പോൾ അറ്റാക്ക് ഇസ് ടുഡേ. ഓക്കെ, അറ്റാക്ക് ഇസ് ടുഡേയിൽ അറ്റാക്ക് ടുഡേ എന്ന് പറഞ്ഞാൽ പോലും ശരിക്കും മീനിങ് കറക്റ്റാണ്. അറ്റാക്ക് ടുഡേ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ അറ്റാക്ക് ഇസ് ടുഡേ എന്ന് പറയുന്ന മെസ്സേജ് വെച്ച് ജനറേറ്റ് ചെയ്ത സിഫർ ടെക്സ്റ്റ് എന്താണോ കിട്ടിയത് അതിനേക്കാൾ പകുതിയോളം ചേഞ്ചസ് എങ്കിലും, അതിനേക്കാൾ പകുതി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ ആ സിഫർ ടെക്സ്റ്റ് മെസ്സേജിലെ പകുതിയെങ്കിലും ചേഞ്ചസ് രണ്ടാമത്തെ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവണം. അറ്റാക്ക് ടുഡേ എന്ന് ചെയ്യുമ്പോൾ അറ്റാക്ക് ടുഡേ എന്ന് പറയുന്ന പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് വെച്ച് നിങ്ങൾ സിഫർ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പം പകുതി സിഫർ ടെക്സ്റ്റ് ബിറ്റ്സ് എങ്കിലും അതിനകത്ത് മാറിയിരിക്കണം. അല്ലാതെ ഒരു ലെറ്ററോ 2 ലെറ്ററോ മാറിയെന്ന് വെച്ചിട്ട് ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ ഡിഫ്യൂഷൻ എപ്പോഴും പറയുന്നത് എന്തിനെ പറ്റിയുള്ള റിലേഷൻഷിപ്സ് ആണ്? ഈ പറയുന്ന പ്ലെയിൻ ടെക്സ്റ്റും സിഫർ ടെക്സ്റ്റും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. അതായത് ഒരു കാരണവശാലും അറ്റാക്കേഴ്സിന് പ്ലെയിൻ ടെക്സ്റ്റ് റിക്കവർ ചെയ്യാൻ പറ്റരുത്. മറ്റേത് കൺഫ്യൂഷൻ എന്തായിരുന്നു? അറ്റാക്കേഴ്സിന് ഒരു കാരണവശാലും കീയെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടരുത്. ആ രീതിയിൽ വേണം നിങ്ങൾ കീയുടെ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ വേണം സിഫർ ടെക്സ്റ്റിൻ്റെ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാനുള്ള കൺസെപ്റ്റ് നോക്കേണ്ടത്. അപ്പം ഇത്രയും ക്ലിയർ ആയല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൺഫ്യൂഷനും ഡിഫ്യൂഷനും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഫിയസ്റ്റൽ സ്ട്രക്ചറാണ്. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു ബ്ലോക്ക് സിഫേഴ്സ് ആണ് നമ്മളിനി മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് സിഫേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലോക്ക് ബൈ ബ്ലോക്ക് കൺസിഡർ ചെയ്ത് മാത്രമേ എൻക്രിപ്ഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കുക, റിസീവർ സൈഡിൽ ഇതേ സെയിം ഓപ്പറേഷൻ ജസ്റ്റ് റിവേഴ്സ് ഓർഡറിൽ ചെയ്യുന്നുണ്ട്. അതായത് ബ്ലോക്കായിട്ട് തന്നെ സിഫർ ടെക്സ്റ്റ് മെസ്സേജസിനെ റിട്രീവ് ചെയ്തതിന് ശേഷം അവർ ഡീക്രിപ്ഷൻ പ്രോസസ്സ് ബ്ലോക്ക് ബൈ ബ്ലോക്കാണ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് ബ്ലോക്കുകൾ ജനറേറ്റ് ചെയ്യുന്നത്. അതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന ബ്ലോക്ക് സിഫേഴ്സ് ഏത് സ്ട്രക്ചറിനെ ഫോളോ ചെയ്തിട്ടാണ് ചെയ്യുന്നത്? ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം ഫിയസ്റ്റൽ സ്ട്രക്ചർ. ഓക്കെ, അപ്പം ശരിക്കും ഫിയസ്റ്റൽ സ്ട്രക്ചർ ഒരു അൽഗോരിതം ഒന്നും അല്ല, പക്ഷെ ഒരു പ്രിൻസിപ്പിളാണ്. ഫോർ എക്സാമ്പിൾ ISO/SA നെറ്റ്വർക്കിംഗ് മോഡൽ നമുക്കില്ലേ, അതൊരു ബേസിക് സ്റ്റാൻഡേർഡ് മോഡലാണ്. അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ നെറ്റ്വർക്കിങ്ങിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇവിടുത്തെ ഫിയസ്റ്റൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം ബ്ലോക്ക് സിഫേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ബ്ലോക്ക് സിഫേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള അൽഗോരിതംസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഏകദേശം ഈ ഫിയസ്റ്റൽ സ്ട്രക്ചർ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഫിയസ്റ്റൽ സ്ട്രക്ചർ ഓപ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ബ്ലോക്ക് സിഫേഴ്സ് എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയൽ ബ്ലോക്ക് സിഫേഴ്സ് ആണ് അല്ലേ, ഐഡിയൽ ബ്ലോക്ക് സിഫേഴ്സ് ആണ്. അപ്പം സാധാരണഗതിയിൽ നമ്മൾ ഫിയസ്റ്റൽ സ്ട്രക്ചർ ഇല്ലാതെ ഐഡിയൽ ബ്ലോക്ക് സിഫർ കൺസെപ്റ്റ് വെച്ചാണ് നോക്കുന്നത്. ഐഡിയൽ ബ്ലോക്ക് സിഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ എന്താണ്, വെറുതെ ഓരോ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ആ ബ്ലോക്കിനെ മാത്രം എൻക്രിപ്ഷൻ ചെയ്യുന്നു, സിഫർ ടെക്സ്റ്റ് ബ്ലോക്കിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, വിടുന്നു, അടുത്ത രണ്ടാമത്തെ ബ്ലോക്ക് എടുക്കുന്നു, എൻക്രിപ്ഷൻ ചെയ്യുന്നു, വിടുന്നു. അപ്പം അത് ശരിക്കും ഐഡിയൽ ബ്ലോക്ക് സിഫേഴ്സ് ആണ്. അപ്പം ഐഡിയൽ ബ്ലോക്ക് സിഫേഴ്സിൻ്റെ കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫിയസ്റ്റൽ സ്ട്രക്ചർ ഒന്നും ഇല്ലാതെ തന്നെ ഐഡിയൽ ബ്ലോക്ക് സിഫറിൻ്റെ കൺസെപ്റ്റ് തന്നെ ഡയറക്റ്റ്ലി എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും വേണ്ടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എത്ര ബ്ലോക്കുകൾ ജനറേറ്റ് ചെയ്യാം? 2n ബ്ലോക്ക്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഓരോ ബ്ലോക്കിനും n ബിറ്റ്സ് ഉണ്ടെങ്കിൽ 2n ബ്ലോക്കുകൾ വരെ നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദ തിങ് ഇസ് ദാറ്റ് നമുക്ക് ഒരു മാക്സിമം നമ്പർ ഓഫ് മാപ്പിങ്സും നമുക്കിത് പോസിബിൾ ആണ്. ഓക്കെ, പക്ഷേ അതായത് മാക്സിമം നമ്പർ ഓഫ് ബ്ലോക്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാനും കുറേയൊക്കെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനും പറ്റും. ബട്ട് ദ പ്രാക്ടിക്കൽ പ്രോബ്ലം വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ ഇസ് ദാറ്റ് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ പ്രാക്ടിക്കലി ഇഷ്യൂസ് വരുന്നത് എപ്പോഴാണ്, ഐഡിയൽ ബ്ലോക്ക് സിഫേഴ്സിന് പ്രാക്ടിക്കൽ ഇഷ്യൂസ് വരുന്നത് എപ്പോഴാണ്, ഈ പറഞ്ഞ ബ്ലോക്കുകളിലെ സൈസ് കുറയുകയോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇഷ്യൂ ബ്ലോക്കുകളുടെ സൈസിൻ്റെ ലെങ്ത്, ദാറ്റ് മീൻസ് ബ്ലോക്കുകളുടെ സൈസ് കൂടുകയോ ചെയ്യുമ്പോൾ, ദാറ്റ് മീൻസ് ഓരോ ബ്ലോക്കിനും ഇത്ര സൈസ് എന്നുണ്ടല്ലോ, ഇത്ര നമ്പർ ഓഫ് ബിറ്റ്സ് n ബിറ്റ്സ് എന്നുണ്ടല്ലോ. അപ്പം ഈ n ബിറ്റ്സിൻ്റെ വാല്യൂ, ദാറ്റ് മീൻസ് ആ ബ്ലോക്കിൻ്റെ സൈസ് തീരെ കുറഞ്ഞു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ സൈസ് തീരെ കൂടുകയാണെങ്കിലും ഇഷ്യൂസ് വരാം. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന പ്രാക്ടിക്കൽ ഇഷ്യൂസ് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നോർമൽ രീതിയിലുള്ള ഐഡിയൽ ബ്ലോക്ക് സിഫേഴ്സ് പോസിബിൾ അല്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഏതിലോട്ട് പോയത്, ഫിയസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഓപ്റ്റ് ചെയ്തത്. അപ്പം എന്തുകൊണ്ടാണ് ഫിയസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഫോളോ ചെയ്തത് അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യേണ്ടി വന്നത്, അതിനെ ബേസ് ചെയ്ത് ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതംസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നത്, ഡെലിവറി ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ രണ്ട് ഇഷ്യൂസാണ് മെയിൻലി വരുന്നത്. ഓക്കെ, ആദ്യം ഐഡിയൽ ബ്ലോക്ക് സിഫർ എന്താണെന്ന് പറയുക, അതിൻ്റെ കൺസെപ്റ്റ് പറയുക, എത്ര പോസിബിലിറ്റീസ് ഉണ്ട്, എത്ര പോസിബിലിറ്റീസ് ഓഫ് ബ്ലോക്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാമെന്ന് പറയുക. പക്ഷേ ഈ ബ്ലോക്ക്
ബ്ലോക്സിനകത്ത് വരുന്ന ബിറ്റ്സിൻ്റെ സൈസ് അനുസരിച്ച് എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യാം എന്നുള്ളതും പറയാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഫ്യൂൽ സെൽ സ്ട്രക്ചറിലോട്ട് പോയി. ഓക്കെ, അപ്പോൾ ഈ ഫ്യൂൽ സെൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതൊരു ഫ്യൂൽ സെൽ സ്ട്രക്ചറാണ്. ശരിക്കും ഇതാണ് നമ്മുടെ ഫ്യൂൽ സെൽ സ്ട്രക്ചറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, DS ആയാലും AES ആയാലും നമ്മൾ ഈ പറയുന്ന അൽഗോരിതംസ് എല്ലാം ബ്ലോക്ക് സിഫേഴ്സ് വെച്ചിട്ടുള്ള മിക്ക അൽഗോരിതംസും ഈ CSL സ്ട്രക്ചറിൻ്റെ പാറ്റേൺ അനുസരിച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻക്രിപ്ഷൻ പ്രോസസ്സ് എന്താണ് ചെയ്യുന്നത്? സെൻറ്റർ സൈഡിൽ നിന്നുകൊണ്ട് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിനെ കറസ്പോണ്ടിങ് സിഫർ ടെക്സ്റ്റ് മെസ്സേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മളിവിടെ ബ്ലോക്ക് സിഫേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ ലെങ്ത് എത്ര വലുതായിക്കോട്ടെ കുറേ ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക, നമ്മൾ ഓരോ ബ്ലോക്കിൻ്റെയും സൈസ് എത്രത്തോളം വേണം എന്നുള്ളത് ആദ്യം തന്നെ ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾ 64 ബിറ്റ് സൈസുള്ള ഒരു ബ്ലോക്കാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എത്ര നമ്പർ ഓഫ് ബ്ലോക്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അതിൽ എല്ലാ ബ്ലോക്കുകൾക്കും 64 ബിറ്റ്സ് മാത്രമേ സൈസ് പാടുള്ളൂ. ഈവനായിട്ട് തന്നെ യുണീക്കായിട്ട് തന്നെ എല്ലാ ബ്ലോക്കിനും ഒരേ സൈസ് ഓഫ് ബിറ്റ്സ് തന്നെ പാടുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ആദ്യത്തെ ഒരു ബ്ലോക്ക് എടുത്തു. ആദ്യത്തെ ബ്ലോക്കിന് ഞാൻ എന്ത് ചെയ്തു? 64 ബിറ്റ് സൈസുള്ളൊരു ബ്ലോക്കാണ് ഞാൻ ഫസ്റ്റ് ബ്ലോക്കായിട്ട് എടുക്കുന്നതെങ്കിൽ അതിന് ലെഫ്റ്റ് ഹാഫും റൈറ്റ് ഹാഫും ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അതായത് 32 ബിറ്റ് ലെഫ്റ്റ് ഹാഫും 32 ബിറ്റ് റൈറ്റ് ഹാഫും ആയിട്ട് ഡിവൈഡ് ചെയ്തു. FSL സ്ട്രക്ചർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പം എന്നിട്ട് ലെഫ്റ്റ് ഹാഫിനെ എക്സോർ ചെയ്യും. എന്ത് വെച്ച് എക്സോർ ചെയ്യും? റൈറ്റ് ഹാഫിലെ നേരെയൊന്നും എടുക്കത്തില്ല. റൈറ്റ് ഹാഫിന് ആ പർട്ടിക്കുലർ ബ്ലോക്കിന് നേരെയൊന്നും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഒരു റൗണ്ട് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. എന്താണ് റൗണ്ട് ഫംഗ്ഷൻ ഉള്ളത് ഞാൻ പറഞ്ഞു തരാം. കുറച്ച് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഈ റൗണ്ട് ഫംഗ്ഷൻ എല്ലാം ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഈ ബ്ലോക്ക് സിഫേഴ്സ് യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ സെക്യൂരിറ്റി മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലേ? നമുക്കങ്ങനെ 1-2 സ്റ്റെപ്സിൽ ഈ പറയുന്ന വിക്നസ് സിഫർ ആയാലും വേണം സിഫർ ആയാലും പ്ലേഫേസ് സിഫർ ആയാലും 1-2 സ്റ്റെപ്സിൽ ഈ പറയുന്ന എൻക്രിപ്ഷൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റിവേഴ്സിബിൾ എൻക്രിപ്ഷൻ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അറ്റാക്കേഴ്സിന്. അപ്പം അത് പോസിബിൾ ആകാതിരിക്കണമെങ്കിൽ മാക്സിമം എഫേർട്ട് നമ്മൾ യൂസേഴ്സ് ദാറ്റ് മീൻസ് സെൻഡേഴ്സ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇതിനെ നല്ല രീതിയിൽ എൻക്രിപ്റ്റ് ചെയ്ത് നല്ലൊരു സിഫർ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ ഒരു കാരണവശാലും അറ്റാക്കേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് ഇതിനെ കറക്റ്റായിട്ട് റിസീവറിൻ്റെ കയ്യിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം മാക്സിമം എഫേർട്ട് എടുക്കണം. ഒരുപാട് നമ്പർ ഓഫ് സ്റ്റെപ്സ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത്? എക്സോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് റൗണ്ടുകളിലൂടെ കടന്നു പോകണം. ഓക്കെ, അപ്പം ഫസ്റ്റ് റൗണ്ടിൽ എന്താ ചെയ്യുന്നത്? ഒരു റൗണ്ട് ഫംഗ്ഷൻ നമ്മൾ റൈറ്റ് ഹാഫ് ദാറ്റ് മീൻസ് നിങ്ങളുടെ പ്ലെയിൻ ടെക്സ്റ്റ് ഫസ്റ്റ് ബ്ലോക്കിൻ്റെ റൈറ്റ് ഹാഫ് 32 ബിറ്റ് ആണെങ്കിൽ 32 ബിറ്റിന് നമ്മൾ റൗണ്ട് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. ഈ റൗണ്ട് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ വേറെയും ഒരു ഇൻപുട്ട് വേണം, ഒരു സബ് കീ വേണം. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ശ്രദ്ധിക്കുക, നമുക്കറിയാവുന്നൊരു കാര്യമാണ് എൻക്രിപ്ഷൻ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് കീ വേണം അല്ലേ? കീ ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീക്രട്ട് ഇൻഫർമേഷൻ വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ യു ടു എൻക്രിപ്റ്റ് യുവർ മെസ്സേജ്. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് നമ്മൾ ഈ കീ മൊത്തത്തിൽ എടുക്കത്തില്ല. 64 ബിറ്റുള്ള കീ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ 64 ബിറ്റ് സൈസുള്ള കീ ഒരു കാരണവശാലും എടുക്കില്ല. അതിനെ കുറേ സ്പ്ലിറ്റ് ചെയ്തിട്ട് സബ് കീസേ യൂസ് ചെയ്യത്തുള്ളൂ. ഈ സബ് കീസിന് ചിലപ്പോൾ 48 ബിറ്റ് സൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 32 ബിറ്റ് ആയിരിക്കാം. എത്ര സൈസുള്ള സബ് കീ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ഓരോ അൽഗോരിതത്തിലും പറയുന്നുണ്ട്. ഇപ്പോൾ DS ആണെങ്കിൽ 48 ബിറ്റുള്ള സബ് കീ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, AES ആണെങ്കിൽ വേറെ സൈസുള്ള സബ് കീ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഓരോ അൽഗോരിതത്തിനും ഇത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര സൈസുള്ള സബ് കീ ആണെങ്കിലും ആദ്യം ജനറേറ്റ് ചെയ്ത സബ് കീ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം റൗണ്ട് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ റൗണ്ട് ഫംഗ്ഷൻ്റെ കയ്യിൽ കിട്ടുന്ന ഇൻപുട്ടുകൾ എന്താണ്? ഈ ബ്ലോക്കിൻ്റെ റൈറ്റ് ഹാഫ് 32 ബിറ്റ് ആയിട്ടുള്ള 32 ആണെങ്കിൽ, ഓക്കെ 32 ബിറ്റാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതും ഈ സബ് കീയും കൂടി വെച്ച് റൗണ്ട് ഫംഗ്ഷൻ കുറേ സ്റ്റെപ്സ് ചെയ്യും. ഒറ്റ സ്റ്റെപ്പ് അല്ല, ഇതിനകത്തും കുറേ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് നടക്കുന്നുണ്ട്. അന്നേരം കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മുടെ ശരിക്കുമുള്ള പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്കിലെ ലെഫ്റ്റ് ഹാഫും കൂടെ എക്സോർ ചെയ്യും. അന്നേരം കിട്ടുന്ന ഔട്ട്പുട്ട് പിന്നെ സെക്കൻഡ് റൗണ്ടിലെ റൈറ്റ് ഹാഫായിട്ട് മാറും. ഓക്കെ, സെക്കൻഡ് റൗണ്ടിൽ റൈറ്റ് ഹാഫായിട്ട് മാറും. അതായത് നമുക്ക് പ്രീവിയസ് റൗണ്ടിൽ ഒരുപാട് റൗണ്ടുകളിലൂടെ കടന്നു പോകും എന്ന് പറഞ്ഞു. അപ്പം അത്രയും സെക്യൂരിറ്റി മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന ഫസ്റ്റ് റൗണ്ടിൽ എന്താണോ ഔട്ട്പുട്ട് കിട്ടുന്നത് അത് സെക്കൻഡ് റൗണ്ടിലെ റൈറ്റ് ഹാഫായിട്ട് മാറും. അതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് റൗണ്ടിലെ റൈറ്റ് ഹാഫ് എന്താണോ അത് സെക്കൻഡ് റൗണ്ടിലെ ലെഫ്റ്റ് ഹാഫുമായിട്ട് മാറും. ഓക്കെ, എന്നിട്ട് ഈ പറയുന്ന സെക്കൻഡ് റൗണ്ടിലും സെയിം ഓപ്പറേഷൻ നടത്തും. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ റൗണ്ട് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത സബ് കീ ഒരു കാരണവശാലും മറ്റൊരു റൗണ്ടിലും യൂസ് ചെയ്യത്തില്ല. രണ്ടാമത്തെ റൗണ്ടിൽ വേറൊരു സബ് കീ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ എക്സാക്റ്റ് വലിയ കീയിൽ നിന്നും ജനറേറ്റ് ചെയ്ത സബ് കീ ആയിരിക്കും എന്ന് മാത്രം.
ഓക്കെ, ആ വലിയൊരു കീ, ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ, ഓക്കെ, കമ്പ്യൂട്ടറാണ് നിങ്ങളുടെ കീ എങ്കിൽ COM ആയിരിക്കും ചിലപ്പം ഫസ്റ്റ് സബ് കീ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് സബ് കീ ആയിട്ട് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ OMP ആയിരിക്കും, കമ്പ്യൂട്ടറിൽ OMP ആയിരിക്കും. പക്ഷേ ഈ പറയുന്ന സബ് കീസ് ഒരു തവണ ഒരു റൗണ്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിന്നെ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് നമ്മുടെ റൂള്. അപ്പം സെക്കൻഡ് റൗണ്ടിൽ സെക്കൻഡ് സബ് കീ യൂസ് ചെയ്യും, റൗണ്ട് ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്യും. ഞാൻ പറഞ്ഞു റൗണ്ട് ഫംഗ്ഷൻ എല്ലാ സ്റ്റെപ്പിലും എല്ലാ റൗണ്ടിലും സെയിം ആണ്, അതിനകത്ത് വരുന്ന സ്റ്റെപ്സ് സെയിം ആണ്. പക്ഷേ കിട്ടുന്ന ഇൻപുട്ട് മാറുന്നതനുസരിച്ച് എന്തായാലും നാച്ചുറലി ഔട്ട്പുട്ടുകളും വേരി ആയിട്ടായിരിക്കും, ചേഞ്ച് ആയിട്ടായിരിക്കും അടുത്ത റൗണ്ടിലോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രശ്നം വരുന്നില്ല. അപ്പോൾ സെക്കൻഡ് റൗണ്ടിലും എന്ത് ചെയ്യും, ഈ റൗണ്ട് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. റൗണ്ട് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടും ഈ പ്രീവിയസ് റൗണ്ടിലെ റൈറ്റ് ഹാഫും കൂടെ എക്സോർ ചെയ്യും. കിട്ടുന്ന ഔട്ട്പുട്ട് പിന്നെ അടുത്ത റൗണ്ടിലെ റൈറ്റ് ഹാഫായിട്ട് മാറും. അങ്ങനെ എത്ര നമ്പർ ഓഫ് റൗണ്ടുകളിലൂടെ കടന്നു പോകണോ ഇതേ സെയിം സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് എന്നുള്ളത് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ടൈപ്പ് ഓഫ് അൽഗോരിതം, ഏത് അൽഗോരിതമാണോ അതിനനുസരിച്ച്. ഇപ്പം DS ആണെങ്കിൽ 16 റൗണ്ട് എന്ന് പറയുന്നുണ്ട്, AES ആണെങ്കിൽ 10 റൗണ്ട്. അപ്പം ഓരോ അൽഗോരിതമിനും ഇത്രയും നമ്പർ ഓഫ് റൗണ്ട്, ഇത്രയും സൈസുള്ള ബ്ലോക്ക് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ്, ഇത്രയും സൈസുള്ള കീ, ഇത്രയും സൈസുള്ള സബ് കീ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഇത് ജസ്റ്റ് ഒരു ജനറൽ സ്ട്രക്ചർ അല്ലേ, ഇതിനെ വെച്ചുകൊണ്ടാണ് ഈ DS ഉം AES ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്, അത്രയും മനസ്സിലാക്കുക. ഓക്കെ, അപ്പം അങ്ങനെ അവസാനം ചെയ്തതിന് ശേഷം ഇപ്പം 10 അല്ലെങ്കിൽ 16 റൗണ്ടുകളിലൂടെ കടന്നു പോയതിന് ശേഷം പിന്നെ കിട്ടുന്ന സംഭവം നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാവോ, സ്വാപ്പ് ചെയ്യും. ഇപ്പോൾ 64 ബിറ്റ് ആയിട്ടുള്ള പ്ലെയിൻ ടെക്സ്റ്റ് ബ്ലോക്കല്ലേ നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 64 ബിറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്കിപ്പം ഈ എക്സോറിന് ശേഷം കിട്ടുന്നത്. അതിന് അതേപോലെ എടുക്കാതെ ജസ്റ്റ് ഒന്ന് സ്വാപ്പ് ചെയ്യും. 32 ബിറ്റ് ആയിട്ടുള്ള ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് മാറും, 32 ബിറ്റ് ആയിട്ടുള്ള റൈറ്റ് ഹാഫിലെ സംഭവങ്ങൾ ലെഫ്റ്റ് ഹാഫിലോട്ടും പോകും. ജസ്റ്റ് സ്വാപ്പ് ചെയ്യും. എന്നിട്ടാണ് അതിനെ സിഫർ ടെക്സ്റ്റ് ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇത് എൻ്റെ എൻറ്റയർ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിലെ ഫസ്റ്റ് ബ്ലോക്കിന് മാത്രം ചെയ്ത കാര്യമാണ്. ഇതേ സെയിം ഓപ്പറേഷൻസ് സെക്കൻഡ് ബ്ലോക്കിനും ചെയ്യണം, തേർഡ് ബ്ലോക്കിനും ചെയ്യണം. അങ്ങനെ എത്ര നമ്പർ ഓഫ് ബ്ലോക്കുകൾ എൻ്റെ കയ്യിലുണ്ടോ അത്രയും നമ്പർ ഓഫ് ബ്ലോക്സിനും ഇതേ സെയിം പ്രൊസീജിയേഴ്സ് വെച്ചിട്ടായിരിക്കും എൻക്രിപ്ഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് നാച്ചുറലി മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഡീക്രിപ്ഷൻ സൈഡിൽ എന്ത് സംഭവിക്കും, ഇതേപോലെ സിഫർ ടെക്സ്റ്റ് ബ്ലോക്കുകൾ കിട്ടും. ശ്രദ്ധിക്കുക, ഈ പറയുന്ന എൻക്രിപ്ഷൻ സൈഡിൽ അവസാനം യൂസ് ചെയ്ത സബ് കീ ഏതാണോ, അവസാനത്തെ റൗണ്ടിൽ യൂസ് ചെയ്ത സബ് കീ ഏതാണോ അതായിരിക്കും ഡീക്രിപ്ഷൻ സൈഡിൽ ആദ്യം യൂസ് ചെയ്യുന്നത് ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട്. എൻക്രിപ്ഷൻ സൈഡിൽ ആദ്യം യൂസ് ചെയ്ത സബ് കീ ഏതാണോ, ഫസ്റ്റ് റൗണ്ടിൽ യൂസ് ചെയ്ത സബ് കീ ഏതാണോ അത്രയും ആ സബ് കീ ആയിരിക്കും ഡീക്രിപ്ഷൻ സൈഡിൽ അവസാനം യൂസ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. ഇനി എത്ര സബ് കീസ് ജനറേറ്റ് ചെയ്യേണ്ടി വരും, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് റൗണ്ട്സ് യു ആർ ഗോയിങ് ടു എൻഗേജ്, അല്ലേ? ഒരു പർട്ടിക്കുലർ എൻക്രിപ്ഷൻ ചെയ്യാനായിട്ട് എത്ര റൗണ്ടുകൾ നിങ്ങൾ കടന്നു പോകുന്നോ അത്രയും നമ്പർ ഓഫ് സബ് കീസ് വേണം. കാരണം റൗണ്ടുകൾക്കാണ്, ആ റൗണ്ട് ഫംഗ്ഷന് വേണ്ടിയാണ് സബ് കീസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അല്ലേ? സബ് കീ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പം എത്ര റൗണ്ട് ഉണ്ടോ അത്രയും സബ് കീ. അതായത് DS-നൊക്കെ 16 റൗണ്ടുകളാണ്, അപ്പോൾ 16 സബ് കീ വേണം. AES ആണെങ്കിൽ 10 റൗണ്ട്, അതായത് 10 സബ് കീ. അപ്പോൾ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ദിസ് ഇസ് യുവർ PSL സ്ട്രക്ചർ. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് പർട്ടിക്കുലർ സ്ട്രക്ചർ ഓഫ് ബേസ്ഡ് ഓൺ ദിസ് particular concept, DS, AES and other famous algorithms are explained. Okay, ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. What are the various parameters based on which we can define the security of a FSL structure? അതായത് ഒരു FSL സ്ട്രക്ചർ ഏതൊക്കെ പാരാമീറ്റേഴ്സ് അനുസരിച്ചാണ് സക്സസ്ഫുൾ ആകുന്നത്, ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ സക്സസ് റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ റിലയബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്തൊക്കെ പാരാമീറ്റേഴ്സിനെ ഫോക്കസ് ചെയ്തിരിക്കും. സ്വാഭാവികമായിട്ടും നമുക്ക് PSL സ്ട്രക്ചർ എന്താണെന്നറിയാം, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തൊക്കെ പാരാമീറ്റേഴ്സ് അതിനകത്ത് ബോദർ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തേത് ബ്ലോക്ക് സൈസ്, അതായത് പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജിനെ നിങ്ങൾ ഒരുപാട് ബ്ലോക്കുകളായിട്ട് തീർച്ചയായിട്ടും ഡിഫൈൻ ചെയ്യണം, പാർട്ടീഷൻ ചെയ്യണം. അതിൽ ഓരോ ബ്ലോക്കിൻ്റെയും സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ്. രണ്ടാമത്തത് കീയുടെ സൈസ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എന്തായാലും സബ് കീസാണ്, എത്ര റൗണ്ടുകളുണ്ടോ അത്രയും റൗണ്ടുകൾക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് ഒരു സബ് കീ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇൻപുട്ടായിട്ട്. അപ്പം തീർച്ചയായിട്ടും ഈ സബ് കീ എവിടെ നിന്ന് വരുന്നു, നമുക്ക് ആദ്യമേ കിട്ടുന്ന കീയിൽ നിന്നാണ് കിട്ടുന്നത്. ആ കീയെ ബ്രേക്ക് ചെയ്താണ് കുറേ സബ് കീസ് ആക്കുന്നത്. അപ്പം ആ കീയുടെ സൈസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. തീരെ ചെറിയൊരു കീ ആണെങ്കിൽ നമുക്കതിൽ നിന്ന് സബ് കീസ് ജനറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആ കീയുടെ സൈസും ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ്. ഇനി മൂന്നാമത്തെ എന്താണ്, നമ്പർ ഓഫ് റൗണ്ട്സ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നു, ഒരു ജോലിക്ക് വേണ്ടി ഒരു ഹയറിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ എത്ര നമ്പർ ഓഫ് റൗണ്ടുകൾ മാക്സിമം ഉണ്ടോ അത്രയും ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. അത്രയും നല്ല ആപ്റ്റായിട്ടുള്ളൊരു പേഴ്സൺ അവസാനം നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലേ? ഇപ്പോൾ 1-2 റൗണ്ടുകൾ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒരു ടെസ്റ്റും ഒരു ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരുപാട് പേര് ക്വാളിഫൈഡ് ആയിട്ട് പോകും. അതിൽ നിന്നും നമുക്കൊരു സെലക്ഷൻ പ്രോസസ്സ് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഈ പറയുന്ന ഒരുപാട് നമ്പർ ഓഫ് റൗണ്ട്സ് ഉണ്ടെങ്കിൽ
ഓരോ റൗണ്ടുകളിലും ഫിൽട്ടർ ചെയ്ത് അവസാനം ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നമുക്ക് അവസാനം കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതേ സെയിം കൺസെപ്റ്റ് എവിടെ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് റൗണ്ട്സ് ഉണ്ടാക്കുക. അപ്പോൾ അത്രയും കൂടുതൽ സ്റ്റെപ്സ് ഇവർ അണ്ടർഗോ ചെയ്തിട്ട് അത്രയും ടഫായിട്ടുള്ള ഒരു സിഫർ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യണം. ഒരിക്കലും ഈ അറ്റാക്കിൻ്റെ കയ്യിൽ ഇത് റിട്രീവ് ചെയ്യാനുള്ള അറ്റംപ്റ്റുകൾ നമ്മൾ കൊടുക്കരുത്. ഒരു സാഹചര്യം ഇവർക്ക് ഉണ്ടാവരുത് അറ്റാക്കേഴ്സിന്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് റൗണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നാലാമത് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ സബ് കീ ജനറേഷൻ അൽഗോരിതം. ഞാൻ പറഞ്ഞു നമ്മുടെ കീ സൈസ് തന്നെ വലിയ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ്. ആ കീയിൽ നിന്നും സബ് കീസ് നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റണം. കാരണം ആ സബ് കീ ഉണ്ടെങ്കിൽ മാത്രമേ എത്ര റൗണ്ട് ഉണ്ടോ അത്രയും റൗണ്ടുകൾക്ക് നമുക്ക് റൗണ്ട് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് ഔട്ട്പുട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സബ് കീ ജനറേഷൻ അൽഗോരിതം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ്. പിന്നെ റൗണ്ട് ഫംഗ്ഷൻ, ദാറ്റ് മീൻസ് ആ റൗണ്ട് ഞാൻ പറഞ്ഞു 16 റൗണ്ട് ഉണ്ടെങ്കിൽ 16 തവണ റൗണ്ട് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണം. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞോട്ടെ, ഈ റൗണ്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരുപാട് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്, ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 to 6 സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഈ റൗണ്ട് ഫംഗ്ഷന് ചെയ്യുന്നുണ്ട്. ഓക്കെ, 5-6 സ്റ്റെപ്സ്, അതായത് പല ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഈ ഒരു റൗണ്ട് ഫംഗ്ഷനകത്ത് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ 16 റൗണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ സെയിം ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള സ്റ്റെപ്സ് 16 തവണ ചെയ്യുവാണ് നമ്മൾ. പക്ഷേ വ്യത്യാസം എന്താണ്? ഇൻപുട്ടുകൾ കിട്ടുന്നത് വ്യത്യാസമാണ്. സെയിം സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് അതിനനുസരിച്ച് ചേഞ്ച് വരാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് എന്താണ്? ഫാസ്റ്റ് സോഫ്റ്റ്വെയർ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ മെക്കാനിസം. ഏത് എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ മെക്കാനിസം നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നു, അതുപോലെ ഇതിനൊക്കെ എങ്ങനെ അനലൈസ് ചെയ്യാം, ഈസ് ഓഫ് അനാലിസിസ്. ഓക്കെ, അപ്പം ഇത്രയും പാരാമീറ്റേഴ്സ് വെച്ച് മാത്രമേ നമുക്ക് ഒരു ഫിയസ്റ്റൽ സ്ട്രക്ചർ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റൂ എന്നതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് DS അൽഗോരിതമാണ്. ഈ ഫിയസ്റ്റൽ സ്ട്രക്ചർ വെച്ച് ഡിസൈൻ ചെയ്ത ഒരു അൽഗോരിതമാണ് DS. ഓക്കെ, സോ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.